प्रज्ञानं स्थिरचरनिकरव्यापिभिर्व्याप्य लोकान् भुक्त्वा भोगान् स्थविष्टान् पुनरपि धिषणोद्भासितान् कामजन्यान् पीत्वा सर्वान् विशेषान् स्वपिति मधुरभुङ्मायया भोजयन्नः मायासङ्ख्यातुरीयं परम् अमृतम् अजं ब्रह्म यत्तन्नतोऽस्मि यो विश्वात्मा विधिज विषयान् प्राश्य भोगान् स्थविष्टान् पश्चाच्छान्यान् स्वमतिविभवान् ज्योतिषा स्वेन सूक्ष्मान् सर्वानेतान् पुनरपि शनैः स्वात्मनि स्थापयित्वा हित्वा सर्वान् विशेषान् विगतगुणगणः पात्वसौ न स्तुतीयः। ॐ इत्येतदक्षरमिदं सर्वं तस्योपव्याख्यानं भूतं भवद्भविष्यदिति सर्वमोङ्कार एव यच्छान्यत्र कालातीतं तदप्योङ्कार एव। सर्वं ह्येतद्ब्रह्म अयमात्मा ब्रह्म सोऽयमात्मा चतुष्पात् जागरितस्थानो बहिष्प्रज्ञः सप्ताङ्ग एकोनविंशतिमुखः स्थूलभुग्वैश्वानरः प्रथमः पादः स्वप्नस्थानोऽन्तः प्रज्ञः सप्ताङ्ग एकोनविंशतिमुखः प्रविविक्तभुक् तैजसो द्वितीयः पादः यत्र सुप्तो न कञ्चन कामं कामयते न कञ्चन स्वप्नं पश्यति तत्सुषुप्तं सुषुप्तस्थान एकीभूतप्रज्ञानघन एव ह्यानन्दमयो प्रज्ञानघन एवानन्दमयो ह्यानन्दभुक्चेदो मुखप्राज्ञस्तृतीयः पादः एष सर्वेश्वर एष सर्वज्ञ एषोऽन्तर्याम्येष योनिः सर्वस्य प्रभवाप्ययो हि भूतानाम्। नान्तःप्रज्ञं न बहिष्प्रज्ञं नोभयतःप्रज्ञं न प्रज्ञं न अप्रज्ञं न प्रज्ञानघनम् अदृश्यम् अव्यवहार्यम् अग्राह्यमलक्षणमचिन्त्यमव्यपदेश्यम् एकात्मप्रत्ययसारं प्रपञ्चोपशमं शान्तं शिवम् अद्वैतं चतुर्थं मन्यन्ते स आत्मा स विज्ञेयः। ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും അധിഷ്ഠാനമായിട്ടുള്ളതിനെയാണ് തുരീയമെന്ന് പറയുന്നത്. ശങ്കരാചാര്യർ മനീഷാപഞ്ചകം എന്ന തൻ്റെ കൃതിയിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഈ വിഷയം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാളോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ജാഗ്രത്തില് നമ്മൾ ഈ ലോകത്തിനെ കാണുന്നു, ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയൊക്കെ. സ്വപ്നത്തില് ജാഗ്രതത്തില് ശരീരമുണ്ട്, മനസ്സുണ്ട്, ഞാൻ എന്നുള്ള അനുഭവമുണ്ട്. സ്വപ്നത്തില് ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കണു, ഞാൻ എന്നുള്ള അനുഭവമില്ല. സുഷുപ്തിയില് ശരീരവുമില്ല, മനസ്സുമില്ല, ആ ഞാൻ എന്നുള്ള അനുഭവം, അതിൻ്റെ സാരം, സത്തയുണ്ട്, സുഖസ്വരൂപമായിട്ടുണ്ട്. അതാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിത്. സംവിത് എന്ന് വെച്ചാൽ ബോധം.
അത് ഉജ്ജൃംഭത്തെ. യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോത ജഗത് സാക്ഷിണി. ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പ് വരയ്ക്കും, നമ്മൾ ഇനിയും ചെറുതാക്കി കൊണ്ടുപോയാൽ ഒരു ഏകകോശ ജീവി വരയ്ക്കും, ഒരു അമീബ വരയ്ക്കും. എല്ലാറ്റിനകത്തും ഞാൻ 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 എന്നുള്ള ഈ അനുഭവം ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഈ ഞാൻ 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 എന്ന അനുഭവമുണ്ട്. ഞാൻ എന്ന വൃത്തിയുമുണ്ട്, തോട്ട്, ചിത്തവൃത്തി, ചിതാഭാസൻ എന്ന് വേദാന്തികൾ പറയും. ഈ ചിത്തവൃത്തിയുണ്ട്, ഞാൻ എന്ന് പറയുന്നത്. രമണ മഹർഷി പറഞ്ഞത് ഈ ചിത്തവൃത്തിയെ, ഈ ഞാൻ എന്നുള്ള വൃത്തിയെ വാസ്തവമാണോ, അതിന്റെ സ്വരൂപം എന്താണ്, എവിടുന്ന് ഉദിക്കണു എന്ന് അന്വേഷണം. ദിവസം സുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ ഈ ഞാൻ എന്നുള്ള വൃത്തി ഹൃദയത്തിൽ അടങ്ങി പോകുന്നുണ്ട്. അപ്പോഴാണ് പ്രപഞ്ചമൊക്കെ മറഞ്ഞു, ശരീരം മറഞ്ഞു, മനസ്സ് മറഞ്ഞു, എന്തോ ഒന്നുണ്ടായിരുന്നു, സുഖമായിട്ടിരുന്നു, എഴുന്നേറ്റിരുന്നു, പറഞ്ഞു സുഖമായിരുന്നു എന്ന്. ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. എഴുന്നേൽക്കുമ്പോൾ എന്തു പറ്റി, ഈ ഞാൻ എന്നുള്ള വൃത്തി, തോട്ട്, അത് ഉദിച്ചു, മനസ്സ് വിരിഞ്ഞു. ഉറങ്ങുമ്പോൾ ഞാൻ എന്നുള്ള വൃത്തി അടങ്ങി, ആ തോട്ടും അടങ്ങി, മനസ്സും അടങ്ങി, സത്ത മാത്രമുണ്ട്. ഇപ്പോ ഈ ഞാൻ എന്നുള്ള വൃത്തി ഉദിക്കുകയും അടങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിരൂപണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, അല്ലേ? ഉറങ്ങുമ്പോൾ ദിവസം ഇത് അടങ്ങണു, അപ്പോ നമ്മൾ കാണുന്നുണ്ട് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു പോകും. എത്ര വലിയ ദുഃഖം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ഒക്കെ മറന്നുപോയി, സുഖമായി ഉറങ്ങി. എത്ര ദുഃഖമുള്ള ദിവസവും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല. നമ്മളത് വളരെ ഈസി ആയിട്ട് എടുക്കുകയാണ്, ഉറങ്ങുന്നത് കൊണ്ട് അറിഞ്ഞില്ല, ഉറങ്ങിയാ അറിഞ്ഞില്ല. സ്ലീപ്പിംഗ് ഓവർ ദ പ്രോബ്ലം എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറങ്ങിക്കളയാണ്, ഓർ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അതിനാണ് സ്ലീപ്പിംഗ് ഓവർ ദ പ്രോബ്ലം. അതിനെ ഇഗ്നോർ, അതിനെ ചിന്തിക്കരുത്, അതിനെ അറിയണ്ട, അതില്ല എന്ന് കരുതിക്കൂടാതെ. അപ്പോ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നത്. മനസ്സാണ് ഞാൻ എന്നുള്ള തോട്ട്, അഹം വൃത്തി രൂപത്തിൽ പൊന്തണത്. നമ്മൾ പറഞ്ഞു മനസ്സെന്ന് വെച്ചാൽ വെറും തോട്ട്സ് ആണ്, ചിത്തവൃത്തികളാണ്. ഭഗവാൻ രമണ ഭഗവാന്റെ വാക്കില് വൃത്തയസ്തു അഹം വൃത്തിമാശ്രിതാഹ വൃത്തയോ മനഃ വിദ്ധി അഹം മനഃ. അഹങ്കാരമാണ് മനസ്സ്. ഈ അഹങ്കാരം ഉദിക്കുമ്പോൾ എല്ലാ തോട്ട്സും വരും, ചിത്തവൃത്തികളൊക്കെ വരും. ചിത്തവൃത്തികളിലൊക്കെ ഞാൻ എന്നുള്ള വൃത്തിയുണ്ട് പുറകെ. അതില്ലാതെ മറ്റൊരു വൃത്തി ഉണ്ടാവില്ല. നമുക്ക് വേദനയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഈ ഞാൻ എന്നുള്ള വൃത്തിയാണ്. എന്നെ പറഞ്ഞു, എനിക്ക് വേദനിച്ചു, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, എനിക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. എൻ്റെ അടുത്ത് പ്രശ്നം വന്നാലേ ഉള്ളൂ, മറ്റു സ്ഥലങ്ങൾ വന്നാൽ ഒന്നുമില്ല. എന്നെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാൽ അപ്പോ ഞാൻ 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 എന്നെ പറഞ്ഞു, വേദനയാണ്. ഇൻസൾട്ട്, നിന്ദ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്നെ പറഞ്ഞു, അല്ലേ? അപ്പൊ ഞാൻ 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 ചീത്ത പറഞ്ഞ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന് എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാ വന്നിരിക്കണത്, അല്ലേ? തോന്നും ഞങ്ങളെ വിളിച്ചിട്ടാ വന്നിരിക്കണത്. അങ്ങനെ ഒരു വേദന തോന്നും. എന്നെ പറഞ്ഞു, ഞാൻ ഞാൻ ഞാൻ, ഒരു പൾസേഷൻ, ഒരു സ്പന്ദനം, ഞാൻ 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 ഞാൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ വേദനയുടെ കാര്യവും അതാണ്. സുഖം വരുമ്പോഴും അതെ. എനിക്കെന്തെങ്കിലും റെക്കഗ്നിഷൻ കിട്ടിയാൽ ഉടനെ സന്തോഷം. അപ്പോ ഈ ഞാൻ എന്നുള്ള വൃത്തി, ആ വൃത്തിയെ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നാണ് മഹർഷി പറഞ്ഞത്. ഈ ഞാൻ എന്നുള്ള വൃത്തി എവിടെ? ഈ ഒരു ഉപദേശമാണ് രമണ മഹർഷി എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് വരാൻ കാരണം. വെങ്കട്ടരാമൻ എന്ന പേര് തിരുവണ്ണാമലയിലേക്ക് പോയിട്ട് നിങ്ങൾ ആ അരുണാചലേശ്വർ കോവിലൊക്കെ കണ്ടില്ലേ? അവിടെ പാതാളലിംഗം എന്നൊരു ഗുഹ കണ്ടു, മഹർഷി ഇരുന്ന സ്ഥലം, അല്ലേ? അപ്പോൾ പഴയ സമയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കായിരുന്നു. അതിനകത്ത് പോയി ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് അചലമായ സമാധിയിലിരുന്നു. ഒരു ചിത്തവൃത്തിയും ഇല്ലാതിരുന്നു അവിടെ. ആ കാലൊക്കെ തേളും പഴുതാരയും ഒക്കെ കടിച്ച് ചീഞ്ഞുപോയി. എന്നിട്ടും അറിഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആളുകൾ കണ്ടുപിടിച്ചത്, ഓ ഇവിടെ ഒരു യോഗി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്ന് വെച്ചു. വസ്ത്രമൊന്നുമില്ല, അപ്പോ നഗ്നമായിട്ട് ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ കുറേ ദിവസം ഇരുന്നു.
പിന്നെ മലയില് മുകളില് വിരൂപാക്ഷ ഗുഹ, അവിടെ പോയോ? അവിടെ നിങ്ങൾ എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ തയ്യാറായിട്ടിരിക്കുക നിങ്ങൾ. അവിടെ ഇരിക്കുമ്പോ കാവ്യകണ്ഠ ഗണപതി മുനി എന്നൊരു വലിയ വിദ്വാൻ, മഹാതപസ്വി, അദ്ദേഹം വന്ന് ചോദിച്ചു, എനിക്ക് തപസ് എന്താണെന്ന് ഉപദേശിച്ചു തരൂ എന്ന് ചോദിച്ചു. തപസ് എന്താണ്? അപ്പൊ മഹർഷി പറഞ്ഞു, ഈ ശരീരത്തില് ഞാൻ 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 എന്ന് തോന്നുന്നുണ്ടല്ലോ ഒരു വൃത്തി, അത് എവിടെ നിന്ന് ഉദിക്കുന്നു, അത് ഉദിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഒന്ന് അന്വേഷിക്കാം. അപ്പൊ കാണാം അത് ഹൃദയത്തിൽ നിന്നാണ് ഈ വൃത്തി ഉദിക്കുന്നത്, ഈ തോട്ട് ഉദിക്കുന്നത്. അത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് ആ ഹൃദയത്തിൽ അടങ്ങും. അതാണ് തപസ്. ശ്രദ്ധിച്ചു നോക്കാം. ഉള്ളില് ശരിക്കിരിക്കുന്നോട്ടെ, അത് നേരെ ചൊവ്വയിരിക്കാം. എന്നിട്ട് എന്താണ് ഈ ഞാൻ എന്നുള്ളത് ഉള്ളില് ഈ ഒരു ചോദ്യം 1 മിനിറ്റ് ചോദിക്കാം. കുട്ടികൾക്കുള്ളതല്ല, നമ്മൾ അങ്ങനെ ഒരു ധ്യാനം ചെയ്യാം. ഉള്ളില് ചോദിക്കുക, കണ്ണടച്ച്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്? ഇതേ ശരീരം ജഡമാവുമ്പോ ഇതിനകത്ത് ഈ ഞാൻ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇപ്പോ ഇതിനകത്ത് ഞാൻ എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇതിന്റെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചാൽ അതില് ഞാൻ എന്നുള്ള ഫീലിംഗ് ഇല്ല. ഇപ്പോ ഇതിനകത്ത് ഞാൻ 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 എന്ന് നിരന്തരം എന്തോ ഒന്ന് സ്പന്ദിക്കുന്നുണ്ട്. ആ സ്പന്ദനത്തിനെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആരായാണ്, ഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ഞാൻ, എന്താണ് ഈ ഞാൻ? അതിന് ഉത്തരമൊന്നും പറയാൻ പാടില്ല. ഉത്തരം പറഞ്ഞാൽ പോയി. ഉത്തരം ആത്മാവാണെന്നൊന്നും നേരിട്ട് കൊടുക്കരുത്. ഉത്തരം ഉള്ളെന്ന് വരണം, അനുഭവമായിട്ട് ഉത്തരം വരണം. അനുഭവമാണ് ഉത്തരം. എന്താണ് ഈ ഞാൻ, ഞാൻ എന്നുള്ള സ്പന്ദനം എവിടെ ഉദിക്കുന്നു, അത് ഉദിക്കുന്ന സ്ഥലം എന്താണ്? ഇങ്ങനെ അതിനെ പിടിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോഴൊക്കെ നമുക്ക് നല്ലവണ്ണം കിട്ടും. എന്നെ പറഞ്ഞു ഞാൻ 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 ഞാൻ. അപ്പൊ എന്താണ് ഈ ഞാൻ, ഈ ഞാൻ എന്താണ്? അങ്ങനെ ഈ ഞാൻ ആര് എന്നുള്ള വിചാരമാണ് തപസ്. നമ്മളുടെ കയ്യ് കാല് ഒന്നും ഞാനല്ല. കയ്യ് ആംപ്യൂട്ടേറ്റ് ചെയ്തെടുത്താല് അതിൽ ഞാൻ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. ചിലരുടെ കൈയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്, അവർക്ക് ഞാൻ എന്നുള്ള ഫീലിംഗ് ഇല്ല. കാല് മുറിഞ്ഞു പോയവരെ കണ്ടിട്ടില്ലേ, ഞാൻ എന്നുള്ള ഫീലിംഗ് ഇല്ല. തലമുടി വെട്ടിയിട്ട അതിന് ഞാൻ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്നുള്ള ഫീലിംഗ് അംഗങ്ങൾക്കൊന്നുമില്ല. ഉള്ളിൽ ഹാർട്ട് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ലിവർ എടുത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്, ഒക്കെ മാറ്റി മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അതിലൊന്നിലും ഞാൻ എന്നുള്ള ഫീലിംഗ് ഇല്ല. അപ്പൊ ഈ ഞാൻ എവിടെയാ ഉള്ളത്? ഈ ശരീരം മുഴുവൻ വിട്ടിട്ട് സ്വപ്നത്തിൽ ഞാൻ എന്നുള്ള ഫീലിംഗ് ഉണ്ട്. സ്വപ്നം വിട്ട് സുഷുപ്തിയില് ഞാൻ എന്നുള്ള സത്തയുണ്ട്. അപ്പൊ ഈ ഞാൻ എന്താണ്? ഇപ്പൊ നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഞാൻ? ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ഇങ്ങനെ വിടാതെ ആരായുമ്പോ അഹം അഹം അഹം, ഞാൻ 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 എന്ന് ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുക. അത് കൈയല്ല, കാലല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇങ്ങനെ പിരിച്ചു കഴിയുമ്പോ ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണെന്ന് ആരായുമ്പോഴാണ് നമ്മള് ഇപ്പൊ തന്നെ നമ്മളുടെ ഉള്ളില് ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3ഉം കാണും. ഉറങ്ങുമ്പോൾ മാത്രമല്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ സ്വപ്നമുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 90% സ്വപ്ന ലോകത്തിലാണ്. കുറച്ചിങ്ങനെ കാണേണ്ട അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ഡ്രീം വേൾഡാണ് ഉള്ളിൽ. അപ്പൊ സ്വപ്നം ഉറങ്ങുമ്പോൾ മാത്രമല്ല, ജാഗ്രതയിലും ഉണ്ട് സ്വപ്നം. ആ സ്വപ്നം കാണണമെങ്കിൽ തന്നെ ഈ സ്ലീപ്പ്, ഉറക്കം വേണം. അതിന് പുറകില് നിദ്ര വേണം. അപ്പൊ അതിനു മുമ്പിൽ പുറകിലൊരു അൺകോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ നിദ്രയും ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ പുറകില് ഈ ഞാൻ എന്നുള്ള ബോധമുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്, സ്ഫൂർത്തിയുണ്ട്. ആ കോൺഷ്യസ്നെസ് ഇപ്പോ ഇവിടെ നമ്മള് സാക്ഷാത്തായിട്ട് അറിയാൻ പറ്റും. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തോട്ട്സ്, ചിത്തവൃത്തികളൊക്കെ ഉള്ളിൽ വരുമ്പോഴൊക്കെ ഈ വൃത്തി ആർക്ക് വരണം? ദേഷ്യം വരുമ്പോൾ ആർക്ക് വരണം? എനിക്ക് വരണം. ദേഷ്യം എന്ന് പറയുന്നത് ഒരു എനർജിയാണല്ലോ, അല്ലേ? ഒരു ഊർജമാണത്. തല്ലികളയെന്ന് പറയും. ചിലപ്പോൾ ദേഷ്യം വന്നാലേ ചില കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ഊർജമാണ്. ആ ഊർജം വരുമ്പോ ഇത് ആർക്കാണ് വരുന്നത്? എനിക്ക്. ദേഷ്യപ്പെടുന്ന ആളാരാ? ഞാൻ 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 ഞാൻ. ആ സ്പന്ദനം, ആ സ്പന്ദനത്തിനെ ഉള്ളിൽ എങ്ങനെ ഗ്രഹിക്കുക? ഒരു മന്ത്രം പോലെ. നിങ്ങളുടെ പുറത്തുനിന്നൊരു മന്ത്രം ജപിക്കുമ്പോൾ കൃത്രിമമായിട്ട് ഉള്ളിലിടുകയാണ്. പക്ഷെ ഇത് നിങ്ങൾ ജപിക്കുകയല്ല, ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സ്പന്ദനമാണ്.
ആ സ്പന്ദനത്തിനെ അങ്ങനെ ഉള്ളുകൊണ്ട് ഗ്രഹിക്കുകയാണ്. ഉള്ളുകൊണ്ട് ഈ ഞാൻ നിങ്ങൾക്ക് നല്ല വിഷമമുള്ളപ്പോൾ ആരെങ്കിലും ഒരുപാട് ചീത്ത പറഞ്ഞു, ദുഃഖിപ്പിച്ചു, അപ്പോൾ ഈ വിദ്യ ഉപയോഗിച്ച് നോക്കുക. മുറിയിൽ കിടന്ന് വാതിലൊക്കെ അടച്ചിട്ട് ദേഷ്യം, ചീത്ത വിളിച്ചു. ആരെ ചീത്ത വിളിച്ചു? വേറെ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിച്ചാൽ എനിക്ക് തോന്നുമോ? ഇല്ല. പിന്നെ എന്തേ തോന്നാൻ കാരണം? എന്നെ വിളിച്ചു. ഇപ്പൊ ഞാൻ ആരാ? ഈ കയ്യോ കാലോ ആണോ? ഈ ശരീരമാണോ? അല്ല. പിന്നെയോ എന്താണ്? ഇതിനകത്ത് ഒരാള് ഞാൻ എന്നെ പറഞ്ഞു, ഞാൻ തോന്നുന്നുണ്ടല്ലോ. ഈ ഞാൻ എന്താണ്? ഈ ഞാൻ എന്ന് പറയുന്ന സ്പന്ദനം എന്താണ്? ഇതിന്റെ സ്വരൂപം എന്താണ്? ഇങ്ങനെ വിടാതെ ഉള്ളിലിങ്ങനെ ഈ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഒരു അലയെ ശ്രദ്ധിക്കുമ്പോൾ അല കടലിൽ അടങ്ങുന്ന പോലെ ഈ സ്പന്ദനത്തിനെ, ഈ വൃത്തിയെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആ വൃത്തി ഹൃദയത്തിൽ അങ്ങനെ അടങ്ങും. അതിങ്ങനെ ഹൃദയത്തിൽ ഓയും, അതിങ്ങനെ പ്രശാന്തമാകും, ഹൃദയത്തിൽ അടങ്ങും. അതാണ് അഹങ്കാരം മൂലത്തിൽ ഹൃദയസ്ഥാനത്തിൽ അടങ്ങും. ആ അടങ്ങുന്നത് തപസ്സാണ് എന്ന് പറഞ്ഞു മഹർഷി. ഈ അഹങ്കാരം ഉദിക്കുന്നിടത്ത് ഹൃദയത്തിൽ ഒന്ന് അടങ്ങുമ്പോൾ ഉള്ളിലൊരു ശാന്തി, ഒരു പ്രശാന്തി, ഒരു നിശ്ചലത, ബോധസ്ഫൂർത്തി ഉള്ളിലുണ്ടാവും. അതാണ് തുരീയം. അത് ആരംഭത്തിലേ നമുക്ക് തെളിഞ്ഞു എന്ന് വരില്ല. പതുക്കെ 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 മനസ്സിലാവും. ആ വസ്തുവിന് ശരീരമില്ല, അതിൽ മനസ്സില്ല, അതില് ബുദ്ധിയോ ഒന്നും ഒരു പരിമിതികളുമില്ല. അത് അഖണ്ഡമായ ആകാശം പോലുള്ളതാണ്, ചിദാകാശമാണത്. അത് പൂർണ്ണമായ സത്യമാണ്. ധൂളി അന്ധകാര ധൂമാഭ്ര നിർമുക്ത ഗഗനോപമം എന്ന് സുരേശ്വരാചാര്യര് മാനസോല്ലാസ വാർത്തികത്തില് ഈ തുര്യത്തിന് പറയാണ്. ധൂളിയും അന്ധകാരവും ധൂമവും അഭ്രവും ഇല്ലാത്ത ഗഗനം പോലെ. പൊടിയില്ല, ഇരുട്ടില്ല, പുകയില്ല, ആകാശം പോലെ ഉള്ളിൽ ആ തുരീയ വസ്തു ഹൃദയത്തിൽ പ്രകാശിക്കാൻ. ഇതാണ് നമ്മുടെ മഹർഷിക്കൊക്കെ ഉള്ളില് ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്തപ്പോൾ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം പോയി അവിടെ മറ്റൊരു വസ്തു, ഒരു പൂർണ്ണ വസ്തു, ഒരു സച്ചിദാനന്ദമായ വസ്തു ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. അരുണാചല ശിവൻ തോന്നി എന്നാണ് മഹർഷി മറ്റൊരു വിധത്തിൽ പറയുന്നത്. ദേഹം മൃണ്മയവത് ജഡാത്മകം അഹം ബുദ്ധിർന തസ്യാസ്തി അതഃ നാഹം തത് തദഭാവസുക്തി സമയേ സിദ്ധാത്മസദ്ഭാവതഃ കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം സോഹം സ്ഫൂർത്തിതയാ അരുണാചല ശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. ഈ അഹങ്കാരം ഹൃദയത്തിൽ അടങ്ങുമ്പോൾ തുരീയ വസ്തു അരുണാചല ശിവൻ താനേ താനേ തത്വം ഇതനൈ താനേ കാട്ടുവായ അരുണാചല എന്ന അക്ഷരമണമാല. ഇവിടെ അക്ഷരമണമാലയാണ് ആദ്യം വിഷയം തന്നത് എനിക്ക് ഉപനിഷത്തിനോട് കൂടെ. അപ്പൊ അതും കൂടെ സ്പർശിക്കാം. താനേ താനേ തത്വം. ഈ താൻ എന്നുള്ളതാണ് തത്വം എന്നാണ്. എന്തൊരു ഗംഭീര ശ്ലോകം. താനേ താനേ തത്വം. അകമയ്ക്ക് മലയാളത്തിൽ നമ്മൾ താൻ എന്ന് പറയും, ഞാൻ എന്നുള്ളതിന് അല്ലെ. താൻ എന്ന ഭാവം അത് തോന്നായിക വേണം. അഖിലം താനിതെന്ന വഴി തോന്നുന്നത് എല്ലാം താനാണ്. അപ്പൊ താൻ എന്നുള്ളത് ആത്മാവിന് പേരാണ്. ഞാൻ താൻ. തമിഴിലും ഉണ്ട് ഞാൻ താൻ. അതേപോലെ മലയാളത്തിലും ഞാൻ താൻ. ആ താൻ എന്നുള്ളത് ആത്മാവാണ്, സത്തയാണ്, അസ്തിത്വം, ഇരുപ്പ്, നിലനിൽപ്പ്, ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഉണ്മ. ഒരു ഇരുട്ട് മുറിയിലിരിക്കുമ്പോൾ ഉണ്ട്, ഇരുപ്പ്, അസ്മി. അതെന്താ? അതില് ഒരു ഞാൻ എന്നുള്ള ചിത്തവൃത്തി ഉദിക്കണം. ആ ചിത്തവൃത്തിയെ ശ്രദ്ധിക്കാനുള്ള സാധനയാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ശരീരത്തിനെ അങ്ങോട്ട് തള്ളിക്കളയുമ്പോൾ ജാഗ്രത പോയി, മനസ്സിനെ അങ്ങോട്ട് തള്ളിക്കളയുമ്പോൾ സ്വപ്നം പോയി, അതിന് പുറകില് അറിയായ്മയെ തള്ളിക്കളയുമ്പോൾ സുഷുപ്തി പോയി. പിന്നെ ഉള്ളത് നാന്തഃ പ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയതഃ പ്രജ്ഞം ന പ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞാനഘനം. അദൃശ്യം, ദൃശ്യമല്ലാതെ, അത് സ്വയം സത്തയാണ്. ദൃശ്യമായിട്ടുള്ളതൊന്നും ഉണ്മയല്ല. അദൃശ്യം, അഗ്രാഹ്യം, ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്നതല്ല. അലക്ഷണം, കറുപ്പ് വെളുപ്പ് മുതലായ വർണ്ണങ്ങളൊന്നും പറയാൻ ഒക്കില്ലേ. ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം.
ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം ന രൂപം തഥാ ജ്യോതിരാകാരകത്വാത് തദേകോവശിഷ്ട ശിവഃ കേവലോഹം ന ജാഗ്രൻ ന മേ സ്വപ്നകോ വാ സുഷുപ്തിഃ ന വിശ്വോ ന വാ തൈജസ പ്രാജ്ഞകോ വാ അവിദ്യാത്മകത്വാത് ത്രയാണാം തുരീയഃ തദേകോവശിഷ്ട ശിവഃ കേവലോഹം എന്ന ആ കുട്ടി ശങ്കരൻ, 8 വയസ്സുള്ള ശങ്കരൻ മധ്യപ്രദേശിൽ ഗോവിന്ദ ഭഗവത് പാദരുടെ മുമ്പിൽ ചെന്ന് നിന്ന് പറഞ്ഞു. ഗോവിന്ദ ഭഗവത് പാദർ ചോദിച്ചു, കുട്ടി നീ ആരാണെന്ന് ചോദിച്ചു ശങ്കരാചാര്യരോട്. അപ്പൊ പറഞ്ഞു, ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധഃ തദേകോവശിഷ്ട ശിവഃ കേവലോഹം. ഞാൻ ആ ശുദ്ധ ശിവമാണ്, ശുദ്ധ ചൈതന്യമാണ്. നചൈകം തദന്യ ദ്വിതീയം കുതഃ സ്യാത് നവാ കേവലത്വം നചാ കേവലത്വം ന ശൂന്യം നച അശൂന്യം അദ്വൈതകത്വാത് കഥം സർവ വേദാന്ത സിദ്ധം ബ്രവീമി. അത് ശൂന്യമെന്നോ അശൂന്യമെന്നോ ഒന്നും പറയാൻ നോക്കില്ല. ഒന്നെന്നുള്ളത് രണ്ടില്ലെങ്കിൽ പിന്നെ ഒന്നെവിടെ, ഒന്നില്ലെങ്കിൽ പിന്നെ രണ്ടെവിടെ. അത് അദ്വൈതകത്വാത് അന്യമായൊരു വസ്തു ഇല്ലാത്തത് ആ ശിവം, ആ ചൈതന്യം, ആ ബോധവസ്തുവാണ് ഞാൻ എന്ന് ശങ്കരാചാര്യർക്ക് ഗോവിന്ദ ഭഗവത് പാദരുടെ മുമ്പിൽ നർമ്മദാ നദിയുടെ തീരത്തില് ഉണ്ടായ സാക്ഷാത്കാരം. അത് തന്നെയാണ് രമണ മഹർഷിക്കും. ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ആ ഹൃദയ കുഹരത്തില്, ഹൃദയമാകുന്ന ഗുഹയില് അഹം അഹം എന്ന് ഉപനിഷത് പ്രസിദ്ധമായ ബ്രഹ്മം പ്രകാശിക്കുന്നു. അത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഏതൊന്ന് സാക്ഷാത്തായിട്ട്, അപരോക്ഷം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ. സർവം ഹേതത് ബ്രഹ്മ, മാണ്ഡുക്യ ഉപനിഷത്ത്. ഇതൊക്കെ ബ്രഹ്മമാണ്. അയമാത്മാ ബ്രഹ്മ. ഇവിടെ ഉള്ള ആത്മ എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എന്ന് തോന്നുന്നുണ്ടല്ലോ, ഇത് ശരീരം, മനസ്സ്, ബുദ്ധി എന്നുള്ള വരമ്പുകളൊന്നും ഇല്ലാത്തതാണെന്നർത്ഥം. അതാണ് ബ്രഹ്മം. ഭൂമ, അതിന് ശരീരത്തിന്റെ വരമ്പില്ല, മനസ്സിന്റെ വരമ്പില്ല, ബുദ്ധിയുടെ വരമ്പില്ല. ബുദ്ധിയുടെ വരമ്പാണ് സുഷുപ്തി. ബുദ്ധി പറയണു എനിക്ക് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണു, ആ വരമ്പില്ല. ബുദ്ധിയിലാണ് അപ്പൊ ദോഷം മാറ്റണത്. ഏതാണ്ട് ശ്രവണം കൊണ്ട് ബുദ്ധിയിലുള്ള ആവരണം അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ, ഒരു ആച്ഛാദനം അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ സുഷുപ്തി തന്നെ തുരീയമായി. സുഷുപ്തി ഒന്നുമില്ല അവിടെ, തുരീയമാണ്. ആ ചൈതന്യ വസ്തുവാണ്, ആ ബോധവസ്തുവാണ്. ആ ബോധത്തില്, ബോധാകാശത്തില് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സാക്ഷിയായുള്ള ആ വെളിച്ചം, അതാണ് താൻ എന്നുള്ള സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരത്തിനെയാണ് രമണ മഹർഷി പ്രാപിച്ചത്. എത്രയോ പേർ പ്രാപിച്ചു. ആ അനുഭവം നമുക്ക് സാധിക്കും. ഞാൻ ആര് എന്നുള്ള വിചാരത്തിനെ വിടാതെ പിടിക്കണം ഉള്ളില്. ഞാൻ അപ്പോ ചിലപ്പോ സുഷുപ്തി പോലെ ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ തോന്നും. അപ്പോഴും വിടരുത്. ഈ ഒന്നും അറിഞ്ഞില്ല എന്ന് ആർക്കാ തോന്നുന്നത് ചോദിക്കണം. ഒന്നും അറിഞ്ഞ ഒരു ബ്ലാങ്ക്നെസ് ആണ്. ബ്ലാങ്ക്നെസ് ആരനുഭവിക്കണം? ബ്ലാങ്ക്നെസ് ആരനുഭവിക്കണം? സുഷുപ്തിയിലെ ശൂന്യമാണോ? ശൂന്യമാണെങ്കിൽ ആരും ഉറങ്ങില്ല. സുഖമായിരുന്നു എന്ന് പറയണേ. അപ്പൊ സുഖമുണ്ടായിരുന്നു. സുഖം ആത്മാവിന്റെ സ്വരൂപമാണ്. ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ്. അത് ശരീരമല്ല. ശരീരമെല്ലാം തള്ളിക്കളയുമ്പോൾ തന്നെ ഞാൻ ആണോ പെണ്ണോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ കേരളക്കാരനോ തമിഴ്നാട്ടുകാരനോ ഇന്ത്യക്കാരനോ അമേരിക്കക്കാരനോ ഒന്നുമല്ല. ഞാൻ ഈ ശരീരമേ അല്ല. ഒരു കുട്ടിയെ കണ്ടു ശങ്കരാചാര്യർ കർണാടകത്തില്. അവരുടെ അച്ഛൻ പറഞ്ഞു, ഈ കുട്ടി ഇത്തിരി ബുദ്ധിഭ്രമം പോലെ ഇരിക്കണം, സ്വാമികളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആചാര്യസ്വാമിക്ക് മനസ്സിലായി ഇവന് ബുദ്ധിഭ്രമൊന്നുമില്ല, അവൻ നേടേണ്ടത് നേടിയിരിക്കുകയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, നീ ആരാ കുട്ടി? നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? നീ ആരാ? നിന്റെ പേരെന്താ? കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്താ കിം നാമതേ ത്വം കുതഃ ആഗതോസി ഏതന്മയോക്തം വദചാർഭഗത്വം മത്പ്രീതയേ പ്രീതി വിവർദ്ധനോസി. കുഞ്ഞെ, നീ ആരാണ്? നിന്നെ കാണുമ്പോൾ എനിക്ക് വളരെ പ്രിയം തോന്നണമല്ലോ. കുതഃ ആഗതഃ അസി, എവിടുന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? ആരാണ് നിന്റെ അച്ഛൻ? ആരാണ് നിന്റെ അമ്മ? ബന്ധുക്കൾ ആരാണ്? നിന്റെ സ്വരൂപം എന്താണ്? ഗോത്രം എന്താണ്?
വർണ്ണം എന്താണ്? ആ കുട്ടി ഇത്രയും ദിവസം മിണ്ടാതിരുന്നു, ആരുടെയും മുഖത്തെ നോക്കിയിട്ടില്ല, അങ്ങനെ വേക്കൻ ലുക്കാണ്. ആ കുട്ടി ആദ്യമായിട്ട് ശങ്കരനെ ഒന്ന് നോക്കി, ആചാര്യ ഭഗവത്പാദരെ ഒന്ന് നോക്കി, എന്നിട്ട് ഗംഭീരമായിട്ട് പറഞ്ഞു, നാഹം മനുഷ്യോ ന ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരീ ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ നിമിത്തം മനഃചക്ഷുരാദി പ്രവൃത്തൗ നിരസ്താഖിലോപാധിരാകാശകൽപഃ രവിർലോകചേഷ്ടാ നിമിത്തം യഥായഃ സ നിത്യോപലബ്ധി സ്വരൂപോഹം ആത്മാ. ഞാൻ മനുഷ്യനോ ദേവനോ യക്ഷനോ ഗന്ധർവനോ അല്ല, ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല, ഞാൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല. ഇതൊക്കെ ശരീരത്തിന്റെ പേരാണ്. ഞാൻ ശുദ്ധ ചൈതന്യമാണ്, ഞാൻ ആത്മാവാണ്. എനിക്ക് ജനനമില്ല, മരണമില്ല. സൂര്യൻ ഏത് വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്നു അതേ വെളിച്ചമാണ് എൻ്റെ ഉള്ളിലിരുന്ന് ഈ കണ്ണിലൂടെ വരുന്നത്. ഞാൻ ശുദ്ധ ശിവമാണ്, ശിവനാണ്, ചൈതന്യമാണ്, ആത്മാവാണ്. എനിക്ക് ജനനമില്ല, മരണമില്ല, ഒരു കളങ്കമില്ല, അതിപവിത്രമായ വസ്തുവാണ് ഞാൻ. സ്വച്ഛത എൻ്റെ സ്വരൂപമാണ്. ഇങ്ങനെ ഒന്ന് ധ്യാനം ചെയ്ത് നോക്കൂ. ഞാൻ പരമപരിശുദ്ധനാണ്. കുറേ പ്രണവം ജപിച്ചിട്ട് ഉള്ളിൽ അങ്ങനെ ധ്യാനിക്കുക. ഞാൻ ആത്മവിചാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്. ഈ ആകാശത്തിനുള്ളിലൊന്ന് ഭാവന ചെയ്യാം. ഈ ആകാശം പോലെ നിർമ്മലമാണ്, ശാന്തി എൻ്റെ സ്വരൂപമാണ്, അതീവ പരിശുദ്ധമായ വസ്തുവാണ് ഞാൻ, അനന്തമായ വസ്തുവാണ്, ആനന്ദസ്വരൂപമായ വസ്തുവാണ്. എനിക്ക് ജനനമില്ല, മരണമില്ല, എനിക്ക് ഒരു ദുഃഖമില്ല, ഒന്നും എന്നെ സ്പർശിക്കില്ല, ശോകം എന്നെ സ്പർശിക്കില്ല, സംശയം വിപരീത ജ്ഞാനം ഒന്നും എന്നെ സ്പർശിക്കില്ല. ഞാൻ ആനന്ദമാണ്, അഭയമാണ്, ഭയത്തിന് എന്നെ സ്പർശിക്കാൻ കഴിയില്ല. എനിക്ക് ഭയമില്ല, അഭയമാണ്, ആനന്ദസ്വരൂപനാണ്, ശുദ്ധ ചൈതന്യനാണ്. ഇതാണ് ആത്മധ്യാനം. വീണ്ടും വീണ്ടും ഞാൻ ആത്മാവാണ്, ഞാൻ ചൈതന്യമാണ്. നമുക്ക് ലോകത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പേടി തോന്നും, നമുക്ക് ധൈര്യം വരില്ല. അപ്പോൾ ഇതങ്ങോട്ട് ധ്യാനിക്കാം. ഞാൻ ഭയമില്ലാത്ത വസ്തുവാണ്, ചൈതന്യ വസ്തുവാണ്, ആത്മസ്വരൂപമാണ്. ഇങ്ങനെ ഉള്ളിൽ ആഴ്ന്ന് ധ്യാനിക്കും തോറും ഉള്ളിൽ അഭയം വരും, ഫിയർലെസ്നെസ്, ധൈര്യം വരും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, വേദാന്തത്തിൽ എനിക്ക് ഓരോ പടിക്ക് പടി അറിയണത് അഭയമാണെന്ന്. ഭയമില്ലായ്മ, ഫിയർലെസ്നെസ്, അത് ഉള്ളിന്ന് വരും. ആ ധീരത ജ്ഞാനികളിൽ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ പുലിയും മറ്റു ക്രൂര ജന്തുക്കളൊന്നും പോലും ഭയമില്ല. രമണ മഹർഷി മലയിലുള്ളപ്പോഴൊക്കെ അങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ടായിരുന്നു, പുലിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും ഒക്കെ വന്നിട്ട് പോകും. ഒന്നും യാതൊന്നും ജ്ഞാനിക്ക് ആത്മാവിൽ നിന്ന് അന്യമല്ല. സകലതും ആത്മസ്വരൂപമായിട്ട് കാണുമ്പോൾ എന്തിനെ ഭയപ്പെടും? യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ എന്ന് ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പോ ഈ ഏകാത്മപ്രത്യയസാരം, ആ ഏകാത്മാവാണ് ഞാൻ എന്നുള്ള അനുഭവം ഉള്ളിൽ ദൃഢമായി കഴിയുമ്പോൾ തുരീയ തത്വം, ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ളതൊക്കെ കടന്ന് ആ തുരീയത്തിൽ പ്രതിഷ്ഠിതനായിട്ട് തീരുന്നു. അങ്ങനെ പ്രതിഷ്ഠ ലഭിച്ച ആളാണ്. അപ്പോൾ മഹർഷി ഈ ഉപദേശം കാവ്യകണ്ഠ ഗണപതി മുനിക്ക് കൊടുത്തപ്പോൾ കാവ്യകണ്ഠ ഗണപതി മുനി പറഞ്ഞു, ഇനിമേലാൽ രമണ മഹർഷി എന്ന് വിളിക്കണം. ഇനി മേലാൽ ഈ സ്വാമിയെ രമണ മഹർഷി, അങ്ങനെയാണ് രമണ മഹർഷി എന്നുള്ള പേര് വന്നത്. അത് സാധാരണ ഗുരുവാണ് ശിഷ്യന് പേര് കൊടുക്കുക. ഇപ്പോൾ ശിഷ്യനാണ് ഗുരുവിന് പേര് കൊടുത്തത്, രമണ മഹർഷി എന്ന് പേര് കൊടുത്തു. ആ പേര് ലോകം മുഴുവൻ പ്രസിദ്ധായി, എല്ലായിടത്തും പ്രസിദ്ധായി. മഹർഷിക്ക് സർവഭൂതങ്ങളോടും സമദർശിത്വമായി. പക്ഷേ ഗുരുവായിട്ട് അരുണാചലേശ്വരനെ ഗുരുവായിട്ട് കരുതി. നിങ്ങൾ ആ മല കണ്ടില്ലേ അവിടെ പോയിട്ട്, അല്ലേ? അത് ശിവനാണെന്നാണ് പുരാണങ്ങൾ പറയണത്. ആ മലയ്ക്ക് എന്തോ ഒരു പവറുണ്ട്, ഒരു ശക്തിയുണ്ട്. മഹർഷി തന്നെ പറയണു, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സ് സ്വയമേവ ശാന്തമാവും, നിശ്ചലമാവുന്നതാണ്. ഒരു ആശ്ചര്യപർവ്വതം എന്ന് പറയണു മഹർഷി. ആ ആശ്ചര്യപർവ്വതത്തിനെ ഞാൻ കണ്ടു. പക്ഷെ നമ്മൾ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കൂടി കൂടി ഇപ്പൊ അവിടെ നിൽക്കുന്ന സ്ഥലമില്ല തിരുവണ്ണാമല. അതുകൊണ്ട് പിന്നെ അവിടെ ബഹളായിക്കളെ. ഇപ്പൊ തന്നെ നല്ല തിരക്കായി. അപ്പോ നിങ്ങൾ തിരുവണ്ണാമല പോകണമെന്നൊന്നുമില്ല, നിങ്ങളുടെ വീട് തന്നെ തിരുവണ്ണാമല, നിങ്ങൾ എവിടെ ഇരിക്കണോ അത് തന്നെ അരുണാചലം. ഈ
ഹൃദയത്തിൽ തന്നെ ഞാൻ എന്താണെന്ന് ആരായുമ്പോൾ ആ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുളാണ് അരുണാചലം. അങ്ങനെ അറിഞ്ഞാൽ മതി. മുമ്പൊക്കെ മലയാളത്തിലുള്ള എൻ്റെ 1998, 99 ഉള്ള റെക്കോർഡ്സൊക്കെ കേട്ട് നോക്കിയാൽ ചിലപ്പോൾ 2000-ലൊക്കെ പോലും 2000-ങ്ങൾക്ക് പോലെ ആദ്യം 2010-നുള്ളിലൊക്കെ ചില പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തിരുവണ്ണാമല തിരക്കേയില്ലാത്ത സ്ഥലമാണ്, നിങ്ങളൊക്കെ വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് തിരിയാൻ വയ്യ, അത്ര തിരക്കാണ്. അപ്പോ അരുണാചലം ആത്മാവാണ്. ആത്മാവാകുന്ന അരുണാചലം നമുക്ക് നഷ്ടപ്പെടുകയില്ല. രമണ മഹർഷി തന്നെ പറയണത് അണ്ണാമലൈ ആൺമ കാടുമേ അരുളും വേണുമേ അൻപ് പൂണുമേ. അരുണാചലം എന്നുള്ളത് ആത്മാവാണെന്ന്, അതിനെ കാണുമെന്നാണ്, അതിനെ സാക്ഷാത്കരിക്കും. എങ്ങനെ സാക്ഷാത്കരിക്കും? ആത്മവിചാരം ചെയ്യൂ. നിങ്ങൾ എന്ത് സാധന ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ജപം ചെയ്യുകയാണെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ, ഇതൊക്കെ പ്രാക്ടിക്കൽ പോയിന്റ്സ് ആണ്. ഒരു മന്ത്രജപം ചെയ്ത്, ഇപ്പൊ പ്രണവം തന്നെ, ഓംകാരം തന്നെ മാണ്ഡുക്യ ഉപനിഷത്തിന്റെ വിഷയമാണല്ലോ. ഏതത് ആലംബനം ശ്രേഷ്ഠം എന്നാണ് കഠോപനിഷത്ത് പറയണം. ഈ പ്രണവത്തിനെ ഒരു ആലംബമായി ജപിച്ച് 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 മനസ്സ് കുറച്ച് ശാന്തമായാൽ ചിത്തവൃത്തികള് ഉദിക്കാതെ നിശ്ചലമായിട്ടിരിക്കാം. അപ്പൊ കുറച്ച് തോട്ട്സൊക്കെ വരികയാണെങ്കിൽ, ഇത് ആർക്ക് വരുന്നു? ഈ ചിന്തിക്കുന്ന ആളാരാ? ഈ ചിത്തവൃത്തികൾ ആർക്ക് വരുന്നു? എനിക്ക് വരുന്നു. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യം ഒന്ന് പഴക്കണം. ഈ ഞാൻ എന്നുള്ളതിനെ ചോദ്യം ചെയ്യാതെ പഴകണം. നമ്മളുടെ ഉള്ളില് നമ്മള് കാലാകാലമായി കൊണ്ടു നടക്കുന്ന ഒരു വൃത്തിയാണ് അഹംവൃത്തി. അതിന് നമ്മൾ ചോദ്യമേ ചോദിക്കണില്ല. പുറത്തുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. ആപ്പിൾ എന്തിനാ ചോട്ടിൽ വീണതെന്ന് ആരോ ചോദിച്ചു അല്ലേ? ആരോ ചോദിച്ചേ? ന്യൂട്ടൺ ചോദിച്ചു. നാളികേരാണ് വീണതെങ്കിൽ ചോദിക്കില്ല. അപ്പോ ആപ്പിൾ വീണപ്പോ ചോദിച്ചു അല്ലേ? തലയിൽ വീണപ്പോ എന്താ ചോട്ടിൽ വീണ? ഗുരുത്വാകർഷണം. അതുപോലെ അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് സയൻസില്. ഇപ്പൊ ഒറ്റ ചോദ്യമാണ്, ഈ ഞാൻ ആരാണ്? ഈ ഞാൻ എന്നുള്ളതിനെ നിങ്ങൾ ആരാണെന്ന് ചോദ്യം പോലുമില്ല, അത്ഭുതപ്പെടണം. അതാണ് ധ്യാനം. ധ്യാനം എന്താന്ന് വെച്ചാൽ ഏകാന്തമായിട്ട് ഇരുന്ന് ഈ ഞാൻ എന്നുള്ള ഈ അനുഭവത്തിനെ ആശ്ചര്യമെന്ന വണ്ണം നോക്കണം. ആശ്ചര്യമല്ലേ ഇത്? അത് പോയി കഴിയുമ്പോൾ ഇതേ ശരീരം 4 ആളുകൾ പൊക്കിക്കൊണ്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോയി കത്തിച്ച് കളയും. കത്തിക്കുമ്പോൾ പതുക്കെ തീ വയ്ക്കൂ, ചുടണമെന്ന് പറയുമോ? ഇല്ല അല്ലേ? ഒന്നുമില്ല. മകനാണ് അഗ്നി വെക്കണത്. അപ്പോഴും പറയണം ചുടണമെന്നൊന്നും പറഞ്ഞില്ല, ചൂടാടുന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോഴാണെങ്കിലോ കൊതുക് കടിച്ചാൽ അറിയും. ഇപ്പൊ ആരാ അതിനകത്തുള്ളത്? ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാംശ മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത്. കഠോപനിഷത്ത്. ആരാണ് ഇതിനകത്തിരുന്ന് രൂപം കാണുന്നു, കണ്ണിലൂടെ, ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്നു, മൂക്കിലൂടെ മണക്കുന്നു, നാവിലൂടെ രുചിക്കുന്നു, ത്വക്കിലൂടെ സ്പർശിക്കുന്നു. യസ് സുപ്തേഷു ജാഗർത്തി യേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ സ്വപ്നം കാണണം. സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ യേനാനുപശ്യതി വഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. ഇതൊക്കെ കഠോപനിഷത്ത് മന്ത്രങ്ങളാണ്. സ്വപ്നത്തിലും ജാഗ്രതത്തിലും സുഷുപ്തിയിലും ഒക്കെ ഉള്ള ആ സത്ത, അത് ഇപ്പൊ നമ്മളുടെ ഉള്ളില് അഹം അഹം ഞാൻ 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 എന്ന് പറയണ്ട. എല്ലാരും പറയണ്ട. അത് ആ വാക്ക് ഞാനോ അയ്യോ അഹമോ ഒക്കെ ആയിട്ട് മാറും. പക്ഷെ അതിന്റെ സ്പന്ദനം ഉള്ളിലുണ്ട്. അത് അറിയണമെങ്കിൽ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ മതി, ഇവിടുന്ന് എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞാൽ മതി. അയ്യോ എന്നെ 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 പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ഐ, ഈ സ്പന്ദനം, അതിനെ ഹോൾഡ് ചെയ്യാണ്. അതാണ് മെഡിറ്റേഷൻ. യു ആർ ജസ്റ്റ് ഹോൾഡിങ് ദ ഐ തോട്ട്. ഈ ഐ തോട്ട് എന്ന് പറയുന്നത് ഒരു എനർജി ഡാൻസാണ്, ശക്തി ലാസ്യമാണ്, എനർജി ഡാൻസാണ്. ഉറങ്ങിക്കഴിയുമ്പോൾ അത് പോയി, എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി ഡാൻസ്. ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങി അല്ലേ? ആദ്യം വരുന്ന വൃത്തി എന്താ? ഞാൻ. ഉറങ്ങുമ്പോൾ പതുക്കെ മനസ്സ് കൂമ്പും, പിന്നെ ഇത്തിരി സ്വപ്നം കാണും,
പിന്നെ ഞാൻ എന്നുള്ളതും മറന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നുള്ളത് ആദ്യം പൊന്തും, പിന്നെ മനസ്സ് ഇങ്ങനെ വീഴും, എല്ലാം വരും അല്ലേ? അപ്പൊ ആ വൃത്തി, അതാണ് എനർജിയുടെ മൂലം, ബൈന്ദവസ്ഥാനം എന്ന് പറയുന്നത്. ശക്തിയുടെ സെന്റർ, ബിന്ദു, അതാണ് സെന്റർ. ഈ സെന്ററിൽ നിന്നുകൊണ്ടാണ് എല്ലാ ഇന്ററാക്ഷനും. ഐ, പിന്നെ യു, ഹി എല്ലാം വരും അല്ലേ? വ്യാകരണത്തില് ഫസ്റ്റ് പേഴ്സൺ, പിന്നെ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. മലയാളത്തിൽ എന്താ പറയുക? ഉത്തമ പുരുഷൻ. ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? മലയാളമാണോ ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷും അറിയില്ല, മലയാളവും അറിയില്ല അല്ലേ? മലയാളമാണോ ഇംഗ്ലീഷാണോ? അല്ല, മംഗ്ലീഷോ? ഇത്തിരി മലയാളം, ഇത്തിരി ഇംഗ്ലീഷ്. ഞാൻ എന്ന് പറയുന്നത് എന്ത് പുരുഷനാണ്? ഏതോ ഒരു പുരുഷൻ അല്ലേ? ഏതാ? ഫസ്റ്റ് പേഴ്സൺ അല്ലേ? സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോ നീ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ, അവൻ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ. മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ, ഉത്തമ പുരുഷൻ. അപ്പോ ഈ ഉത്തമ പുരുഷനെയാണ് അന്വേഷിക്കുന്നത്. എന്താണ് ഈ അഹം, ഈ ഞാൻ? മറ്റുള്ളവരിലൊക്കെ മധ്യമ പുരുഷൻ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ഹി, അവൻ എന്ന് പറയുന്നത് നമുക്ക് കോണ്ടാക്റ്റിലേ വരില്ല. വരുമോ? കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യുമ്പോൾ നീ എന്നായി. നീ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങളെ നീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ആരോ ഒരു നീയെ വിളിക്കണമെന്ന് തോന്നും ഇല്ല? പിന്നെ എന്താ തോന്നുക? എന്നെ വിളിക്കണം അല്ലേ? അപ്പോ ഞാൻ നീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം ഞാനാണ് അല്ലേ? അപ്പൊ അവൻ എന്നുള്ളത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യുമ്പോൾ നീ ആയിട്ട് മാറി. നീ എന്നുള്ളതും ഞാനായിട്ട് മാറി. ഈ ഞാൻ എന്നുള്ളതിനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആളെ കാണാനും ഇല്ല. അവിടെ ഒരു ശുദ്ധ ചൈതന്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാന്, നീ, അവൻ ഒന്നായ നിന്നെ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി. ഇത്ര വ്യക്തല്ലേ അല്ലേ? ഓങ്കാരമായ വസ്തു തുരീയം ജാഗ്രത് സ്വപ്ന സുഷുപ്തി. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, വൈശ്വാനരൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ എന്നൊക്കെ പിരിഞ്ഞതോടുകൂടെ അതിന്റെ സ്വരൂപം മറന്നുപോയി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരം എന്ന് വെച്ചാൽ ജീവഭാവമായിട്ട് മാറിയെന്നർത്ഥം. ജീവം കൽപ്പയത്തെ പൂർവം തഥോ ഭാവാൻ പൃഥക് വിധാൻ എന്ന് മാണ്ഡുക്യ കാരികം. ജീവഭാവത്തിനെ ആദ്യം കൽപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ പുറകെ വരണത്. ഞാൻ ഇന്നവനാണ്, അവനാണ്, അവനാണെന്നൊക്കെ തുടങ്ങി. അവിടുന്ന് തുടങ്ങിയ എല്ലാ ബന്ധങ്ങളും. അപ്പോ ഞാൻ എന്താണ് എന്ന് ആരായുമ്പോ ആ ഞാൻ എന്നുള്ളത് ഉള്ളിൽ മറഞ്ഞ് ശുദ്ധ ചൈതന്യം, അത് എന്റെ ഉള്ളിൽ അറിഞ്ഞു കഴിയുമ്പോ നിങ്ങളുടെ ഉള്ളിലൊക്കെ അത് തന്നെ. അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാ, ഇതൊരു മഹാവാക്യമാണ്. ഈ ആത്മാ ബ്രഹ്മമാണ്. ഇത് ഈ ജീവനായിട്ട് തോന്നുന്നത് സച്ചിദാനന്ദമായ വസ്തുവാണ്, പരമാത്മവസ്തുവാണ്, അശേഷബന്ധ നിർമുക്തമായ വസ്തുവാണ്, സർവോപാധി വിനിർമുക്ത ചൈതന്യമാണ്. അതില് ഒരു ലിമിറ്റേഷനുമില്ല, അതിൽ മരണമില്ല, അതിൽ വാർദ്ധക്യം മുതലായ ദോഷങ്ങളില്ല, അതില് വ്യാധിയില്ല, അതിൽ സംയോഗ വിയോഗ ദുഃഖങ്ങളില്ല. അത് നിത്യം, അത് മുക്തമാണ്, നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം. അങ്ങനെയുള്ള ആ ചൈതന്യമാണ് ഞാൻ എന്നുള്ള സാക്ഷാത്കാരത്തിൽ നിന്നും ഒരു ക്ഷണനേരം വിട്ടു നിൽക്കാത്തവനെയാണ് ജീവൻ മുക്തൻ എന്ന് വേദാന്തം പറയുന്നത്. അത്തരത്തിലൊരു ജീവൻ മുക്തനായിരുന്നു രമണ മഹർഷി. ആ ജീവൻ മുക്തി നമ്മളുടെ സ്വരൂപമാണ്. മറന്നു പോണു എന്നുള്ളതാണ് കുഴപ്പം. പെട്ടെന്ന് മറന്നു പോണു. ഇതൊക്കെ കേട്ടാലും മറന്നു പോകും. കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ അറിവ് വരില്ല. പിന്നെ കുറെ കഴിയുമ്പോൾ കേൾക്കുമ്പോൾ അറിവ് വരും, മറന്നു പോകും. പിന്നെ ആ മറവിയും നീങ്ങി കഴിയുമ്പോൾ
ജ്ഞാനത്തിന് പല പല പടികളുണ്ട്. ആദ്യം വൈരാഗ്യധ്യാനം, 2 ഉപാസനാധ്യാനം, 3 സ്വരൂപധ്യാനം. ഇതൊക്കെ തെളിഞ്ഞ് നല്ല നിഷ്ഠ വരണം. വൈരാഗ്യമാണ് ആദ്യത്തെ പടി. എന്താണെന്ന് വെച്ചാൽ മറ്റു വസ്തുക്കളിലൊക്കെ ദുഃഖമുണ്ട് എന്ന് കാണുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. ബുദ്ധന്റെ കഥ അതിനാണ് പറഞ്ഞത്. മഹർഷിക്ക് മരണം കണ്ടു. എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നതാണ് മരണം. എത്ര വലിയ ആളാണെങ്കിലും അതോടുകൂടെ കഴിഞ്ഞു. എല്ലാത്തിനെയും അത് വിഴുങ്ങിക്കളയണം. അതിന് മുമ്പിൽ ഇന്റൻസ് ആയിട്ട് കണ്ടു. വൈരാഗ്യധ്യാനം. ഉപാസനാധ്യാനമാണ് അരുണാചലം എന്നുള്ള സ്ഫൂർത്തി. പിന്നെ സ്വരൂപധ്യാനമാണ് ഞാൻ ആരാണ്, ഞാൻ. അത് എല്ലാവർക്കും യൂണിവേഴ്സ് അല്ലേ. നാസ്തികന് പോലും ആവാം. ഈശ്വര വിശ്വാസത്തിനെ പറ്റിയും പോലും പറയണില്ല. ഈശ്വരനില്ല, ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയാം. പക്ഷെ ആരെങ്കിലുമൊക്കെ ഞാനില്ല എന്ന് വിശ്വസിക്കില്ല എന്ന് പറയുമോ? ഒരാൾ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ നാസ്തികനാണെന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി ചോദിച്ചു, സാരല്ലേ, നാസ്തികനായാലും കുഴപ്പം, നീ ഉണ്ടോ? ഞാനുണ്ട്. പിന്നെ എന്താ, ഉണ്ടല്ലോ. ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ആസ്തികനാണ്. നീ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ, നീ ആരാണോ? നിനക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഏതോ കാണാത്ത ഈശ്വരനെയാണ് നിഷേധിക്കണത്. അവനവന്റെ അസ്തിത്വം നിഷേധിക്കണില്ലല്ലോ. അതെന്താണ്? എന്താണ് ഈ ഞാൻ? അത് ദേഹമാണോ? അല്ല. ഓരോന്നായിട്ട് ചകഞ്ഞു നോക്കൂ. എന്താ ഈ ഉണ്ട് എന്നുള്ള അനുഭവം, ഉണ്മയുടെ അനുഭവം, ഉള്ളില് സത്താമാത്ര ശരീരം, അസ്തിത്വം, അതിന്റെ സ്വരൂപം എന്താ? ഈ അനുഭവം ഉണ്ട് ഉള്ളിൽ. കോൺഷ്യസ്നെസ് ഈസ് എവർ എക്സ്പീരിയൻസ്ഡ് വിത്തിൻ ആസ് ഐ ഐ ഐ, അഹം അഹം അഹം. അപ്പൊ ഈ അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ആരായുക. ഇതാണ് മാണ്ഡുക്യ ഉപനിഷത്ത്, മാണ്ഡുക്യ കാരിക. അത് അറിഞ്ഞു കഴിഞ്ഞ ആളെ മാണ്ഡുക്യ കാരികയില് ഗൗഡപാദാചാര്യർ പറഞ്ഞു, എന്നത് ജ്ഞാനേന ആകാശകൽപ്പേന ധർമാൻ യോഗ ഗണോപമാന ജ്ഞേയാഭിന്നേന സംബുദ്ധ തമ്പന്തേ ദ്വിപദാംബരം. ആകാശം പോലെ ആയിത്തീർന്നു എന്നാണ്. അയാളുടെ അറിവ് ആകാശം പോലെയാണ്. അയാൾ അറിയുന്ന വസ്തുക്കളുമൊക്കെ തന്നെ ആകാശം പോലെ, പരിമിതിയില്ല. നിങ്ങളെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ഭഗവത് സ്വരൂപമാണെന്ന് കാണാൻ കഴിയുമെങ്കിൽ അതാണ് ആകാശകൽപ്പജ്ഞാനം. ഇത് ഇവരാണ്, അവരാണ്, ആണാണോ പെണ്ണാണ്, ഇതാണ് നല്ലവനാണോ, ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല, ഈ പരിമിതികളൊക്കെ വരുമ്പോ ദുഃഖം. ഉപനിഷത്തില് ഋഷി പറഞ്ഞു, ഈ ഇരിക്കണതൊക്കെ ഭഗവാനെ അവിടുന്നാണെന്ന്. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖാ. ഭഗവാനെ അവിടുന്ന് സ്ത്രീയാണ്, അവിടുന്ന് പുരുഷനാണ്, അവിടുന്ന് കുമാരനാണ്, അവിടുന്ന് കുമാരിയാണ്. വൃദ്ധനായി വടികുത്തി നടക്കുന്നതും ഒക്കെ അവിടുന്നാണ്. നീലഃ പതംഗോ ഹരിതോ ലോഹിതാക്ഷഃ തടിദ്ഗർഭഃ ഋതവഃ സമുദ്രാഃ. കറുത്ത കാക്കയും പച്ച നിറത്തിലുള്ള തത്തയും ആകാശത്ത് ഇടിവെട്ടും മഴയും ഋതുക്കളിലുള്ള പരിവർത്തനവും ഒക്കെ ഭഗവാനെ അവിടുത്തെ സ്വരൂപമാണ്. സമുദ്രവും കായലും ഒക്കെ ഭഗവാനെ അവിടുത്തെ സ്വരൂപമാണ്. പുറകോശത്ത് പോയി നോക്കിയാ അമ്പലമൊന്നും വേണ്ട, കണ്ടാ മതി. ഖംവായുമഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീന് സരിത് സമുദ്രാംശ ഹരേഹ ശരീരം യത്കിഞ്ചഭൂതം പ്രണവേത് അനന്യഃ. ഇത് മുഴുവൻ ഈശ്വരന്റെ ശരീരമാണെന്നാണ്. അത് വേറെയല്ല, ഞാൻ വേറെയല്ല എന്നാണ് ജ്ഞാനിയുടെ ദർശനം. അങ്ങനെ ദർശിക്കുമ്പോൾ അയാളുടെ ആ ദർശനം തന്നെയാണ് പ്രണാമം, അത് തന്നെയാണ് നമസ്കാരം. അത്തരത്തിലുള്ള അനന്യഭാവമാണ് ജ്ഞാനം. ആ അനന്യഭാവത്തിലാണ് 54 വർഷം സാക്ഷാത്കാരത്തിന് ശേഷം നമ്മുടെ മഹർഷി 71 വയസ്സ് വരയ്ക്കും 54 വർഷം തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ വന്ന് മഹർഷിയെ കണ്ടു. ഉപദേശിക്കൊന്നും വേണ്ട, മൗനമായിട്ട് ഇരുന്നാൽ തന്നെ ആളുകൾക്ക് ചിത്തമടങ്ങിപ്പോകും. ചോദ്യം ചോദിക്കാനായിട്ടെന്ന് പറഞ്ഞ് പലരും വന്നവരൊക്കെ ചോദിക്കാനൊന്നും ഇല്ലാതായിട്ട് പോയി. പോൾ ബ്രിണ്ടൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, ബ്രിട്ടീഷർ, അയാൾ വന്നിട്ട്
മഹർഷിയോട് ചോദ്യം ചോദിക്കാൻ വന്നിട്ട് ഒന്നും ചോദിക്കാനില്ല, ചോദ്യമൊക്കെ അങ്ങോട്ട് പോയി. അതേപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് പോകുന്ന പോലെ അല്ലെങ്കിൽ മഞ്ഞു പോകുന്ന പോലെ ഉള്ളിലുള്ള ഓൾ മൈ ഡൗട്ട്സ് ദേ ജസ്റ്റ് മെൽറ്റഡ് അവേ ലൈക്ക് സ്നോ ബിഫോർ സൺ. ഒക്കെ പോയി, ഒന്നും ചോദിക്കാനില്ല. എന്താ ആ മൗനത്തിന് അത്ര ബലമുണ്ട്. അത് വെറുതെ വായടച്ചു പഠിക്കലല്ല, സാക്ഷാത്കാരമാണ്. സോളിഡായിട്ട് ഉള്ളിൽ ആ സത്യത്തിനെ അറിയലാണ്, അനുഭവിക്കലാണ്, ഒരു സംശയമില്ല. അത്തരത്തിലുള്ള അനുഭവത്തിന്റെ ബലം അതാണ് മഹർഷിയോ ബുദ്ധനോ രാമകൃഷ്ണപരമവും സർവനാരായണ ഗുരു എത്രയോ പേരുണ്ടായിരുന്നു. ഈ ജ്ഞാനസ്ഥിതിയിൽ ഉണ്ടായിരുന്ന മഹാപുരുഷന്മാർ. നിങ്ങൾക്കൊക്കെ അത് സാധിക്കും. ആരെങ്കിലുമൊക്കെ അവർക്കേ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ അറിഞ്ഞിട്ട് മഹർഷി മാത്രമൊന്നും ആയിരുന്നില്ല. രമണാശ്രമത്തില് സാധാരണ ആളുകൾ പലരും ഇതൊക്കെ അറിഞ്ഞു. മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അടുക്കളയിൽ പണിയെടുത്തിരുന്ന കുറെ വയസ്സായ അമ്മമാര്, അവരൊക്കെ ഈ ജ്ഞാനം നേടിയവരായിരുന്നു. അവരൊക്കെ അടുക്കള പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും അവരൊക്കെ ജ്ഞാനികളായിട്ടിരുന്നു. ഒരു പശു ഉണ്ടായിരുന്നു, ലക്ഷ്മി. ആ പശു മഹർഷിയുടെ അടുത്ത് നിന്ന് സമാധിസ്ഥിതിയിൽ നിൽക്കും. കണ്ടവർ പലരുണ്ട്, എന്നോട് നേരിട്ട് കണ്ടവർ പറഞ്ഞ കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിങ്ങനെ അചലമായിട്ട് നിൽക്കും. മഹർഷി ഒരിക്കൽ പറഞ്ഞു, ലക്ഷ്മി സമാധിയിലാണ്. ആ ലക്ഷ്മിയെ ജ്ഞാനി എന്ന് വിളിച്ചു മഹർഷി. ലക്ഷ്മി മാത്രമല്ല, നായ, ഇങ്ങനത്തെ കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മഹർഷിയുടെ അനുഗ്രഹത്തിന് പാത്രമായി. അതേപോലെ എത്രയോ നല്ല പക്വികളായ ആളുകൾ മഹർഷിയുടെ അടുത്ത് ഈ ഞാനാര് എന്നുള്ള വിചാരത്തിന്റെ വഴി അറിഞ്ഞ് അധ്യാത്മമായി മനന നിധിധ്യാസനം ചെയ്ത് സാക്ഷാത്കാരം നേടിയവർ എത്രയോ പേരുണ്ടായിരുന്നു. മഹർഷിയുടെ ജീവിതത്തിൽ വേറെ ഒന്നും ഉപദേശമില്ല, ഇത് മാത്രമേ ഉള്ളൂ. സിമ്പിൾ. എന്താണ് ഈ ഞാൻ? അത് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈശ്വരനെ അറിയാൻ കഴിയും. ഈശ്വരൻ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവായിട്ട് ഇരിക്കണു. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഈശ്വരൻ തന്നെ. സർവവസ്തുക്കളിലും ഈശ്വരൻ ഗുപ്തമായിട്ട് ഗൂഢമായിട്ട് ഇരിക്കണം നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാവും. ശാന്തി നിങ്ങൾക്ക് സഹജമായിട്ട് തീരും. ആനന്ദം നിങ്ങളുടെ സ്വരൂപമായിട്ട് തീരും. സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. ഭാഗവതം കേട്ടിട്ടുണ്ടോ നിങ്ങളെ? പ്രഹ്ലാദൻ കേട്ടിട്ടുണ്ടോ? പ്രഹ്ലാദൻ കുട്ടിയാണോ വലിയ ആളാണോ? ചെറിയ കുട്ടി അല്ലേ? പ്രഹ്ലാദ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായ കുട്ടി എന്നാണ് അർത്ഥം. അത്ര ആനന്ദമായിട്ടിരുന്നു. ആ കുട്ടിയായിട്ടിരിക്കുമ്പോ തന്നെ ആ ജ്ഞാനം നേടി. ശങ്കരാചാര്യരും 8 വയസ്സേ ഉള്ളൂ ആ ജ്ഞാനി ആവുമ്പോ. അത് സാധിക്കും. രമണ മഹർഷിക്ക് 16 വയസ്സ്, ഒരു യുവാവ്. ഈ ജ്ഞാനം ആർക്കും സാധിക്കുന്നതാണ്. നമുക്ക് ഉള്ളിൽ ഇത്തിരി ശ്രമിക്കണം. നമ്മളുടെ ജീവിതത്തില് ഇപ്പൊ നമ്മൾക്ക് ഈ പ്രഭാഷണം സത്സംഗമൊക്കെ കൊണ്ട് പ്രയോജനം എന്താന്ന് വെച്ചാൽ, ഇതൊരു ജീവിത വ്രതമായിട്ട് എടുക്കാൻ കഴിയും. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. എന്റെ ജീവിതത്തില് പതുക്കെ പതുക്കെ ഞാൻ ഈ സത്യത്തിനെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വ്യവസായാത്മിക ബുദ്ധി ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ജന്മം എടുക്കേണ്ട ഒരു ഗതി വരാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കണം. സ്വാമി വിവേകാനന്ദ സ്വാമികൾ നിങ്ങളെ പോലെയൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങി രാമകൃഷ്ണദേവന്റെ അടുത്ത് ചോദിച്ചു, ഈശ്വരനെ കാണാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ തന്നെ എങ്ങനെ കാണുന്നു അതിനേക്കാളും അടുത്ത് കണ്ടിട്ടുണ്ട് കുട്ടി. വേണമെങ്കിൽ തനിക്കും കാണാനൊക്കും, കാണിച്ചു തരാൻ പറ്റും. ഇതാണ് ആദ്യത്തെ സമ്പർക്കം ഇല്ലേ? അപ്പോ ഉള്ളില് ആ ഒരു തീ വരണം. നമ്മളുടെ ഉള്ളിൽ ആ സത്യസാക്ഷാത്കാരത്തിനുള്ള വാഞ്ച അത് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി എന്നാണ് പറയുന്നത് ഗീതയിൽ ഭഗവാൻ. പതുക്കെ പതുക്കെ ജെന്റിൽ വേ, ഗ്രാജുവൽ, ധൃതി കൂട്ടാതെ ഈ ലക്ഷ്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട്. നമ്മുടെ പ്രാരബ്ധമൊക്കെ കുറച്ച് ബലമായിട്ടുണ്ടാവും. അതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഓരോരുത്തരും കണ്ടുപിടിക്കണം. അതൊന്നും പോയി ആരുടെ ഉപദേശം ഈ ജ്ഞാനം മാത്രമേ ഉപദേശിക്കാൻ പറ്റുള്ളൂ.
നിങ്ങളുടെ പ്രാരബ്ധം വേറെ ആരുടെടുത്തും പോയി ചോദിക്കരുത്. അത് നിങ്ങൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഒരു ടോർച്ച് തരാൻ പറ്റും, നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ആ ടോർച്ച് എടുത്ത് നിങ്ങൾ പോവാം. അതുപോലെ ഈ അറിവെടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാരബ്ധത്തിന്റെ ഉള്ളില് ഈ വിളക്ക് എങ്ങനെ വെക്കാൻ പറ്റും, ഈ വിളക്ക് വെച്ചുകൊണ്ട് എങ്ങനെ എൻ്റെ പ്രാരബ്ധത്തിന്റെ ഉള്ളിൽ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. ഈ അറിവ് വന്നതിന്റെ ലക്ഷണം എന്താ എന്ന് വെച്ചാൽ ധന്യത. ധന്യം ധന്യം ത്രിധന്യം തോന്നും, ഉള്ളില് ധന്യത തോന്നും, ബ്ലെസ്ഡ്, തൃപ്തി, ജീവിതം നിറഞ്ഞു എന്ന് തോന്നും, ഒരു സന്തോഷം തോന്നും. ആ സന്തോഷമാണ് ജീവിതത്തിന്റെ വലിയ ലാഭം. ദോഷമെല്ല അഹത്യം, അഹത്തോട് ഒன்றി സന്തോഷമൊன்றிட അരുണാചല എന്ന അക്ഷരമണമാലയിൽ മഹർഷി പാടി. ഈ ഉള്ളിലുള്ള അജ്ഞാനം എന്നുള്ള ദോഷം നീങ്ങിയിട്ട് ഉള്ളിൽ ആത്മസാക്ഷാത്കാരം നേടി സന്തോഷം നേടാനായിട്ട് എനിക്ക് അനുഗ്രഹം ചെയ്യൂ അരുണാചലേശ്വര. അപ്പൊ ആത്മജ്ഞാനം കൊണ്ടാണ് സന്തോഷം, ആത്മജ്ഞാനം കൊണ്ടാണ് പരമമായ തൃപ്തി വരണത്. ആ തൃപ്തി, ശാന്തി ഭഗവാൻ നിങ്ങൾക്കൊക്കെ തരട്ടെ. ആ ഗുരു പരമ്പരയിലുള്ള മഹാപുരുഷന്മാരൊക്കെ നിങ്ങൾക്കൊക്കെ തരട്ടെ. ഈ കുട്ടികളൊക്കെ ഇത്രയധികം ഉത്സാഹത്തോടു കൂടെ ഇവിടെ ഇരുന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുത്തത് ആണ് വലിയ നേട്ടം. മുമ്പിൽ ഇരുന്ന് നിങ്ങളൊക്കെ കേട്ടത്. അപ്പോ ഇതില് ഒന്ന് ഓർത്തോളാം, നിങ്ങൾ മാണ്ഡുക്യോപനിഷത്തോ രമണ മഹർഷിയോ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കേട്ട പ്രഭാഷണങ്ങളൊക്കെ തന്നെ മറന്നുപോയാലും ഒരേ ഒരു കാര്യം ഓർത്തോളാം, ഞാൻ ആരാണ്. നിങ്ങൾ ഉള്ളില് ഈ ഒരു മന്ത്രത്തിന് ഉള്ളിൽ അങ്ങനെ പ്രതിഷ്ഠിച്ചാൽ നിങ്ങളുടെ ഉള്ളില് സത്യത്തിന്റെ വിളക്ക് കൊളുത്തപ്പെടും. ആത്മദീപം കത്തി ജ്വലിക്കും. ഇത് അങ്ങടെ ഉള്ളിൽ കയറ്റി വയ്ക്കുക. എന്താണ് എൻ്റെ സ്വരൂപം? ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സത്സംഗത്തിനെ നമ്മളിവിടെ സമർപ്പിക്കാം. ഇതിന് വേണ്ടി ഉദ്യമിച്ച് ഇതിൻ്റെ സംഘാടകർ വളരെ ഭക്തിയോടുകൂടെ ഭാവത്തോടുകൂടെ അവർക്ക് എന്നോട് പറഞ്ഞു, വലിയ പരിചയമൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പുറപ്പെട്ടത്. അതിൻ്റെ പലവിധ കുറവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ സന്ദേശം അയച്ചിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതെ, നോക്കൂ, പ്രകൃതിയും മാറിപ്പോയി, മഴയും വന്നുപോയി. ഇതിൻ്റെ ഇടയിലൊക്കെ കൂടെ ഈ സത്സംഗം നടന്നു ഇത്രയും കാലം. നാളത്തോടുകൂടെ ഇതിവിടെ പൂർത്തിയാവുകയാണ്. ഒക്കെ മംഗളമായി ഭഗവാൻ പൂർത്തിയാക്കട്ടെ. ഒരാള് കേട്ട് സാഫല്യം നേടിയാലായി. ഇനിയിപ്പോൾ രമണ മഹർഷി എന്ന് പറഞ്ഞാൽ ഒരു രമണ മഹർഷിയെ കുറിച്ചാണ് നമ്മൾ പറയണത്. അതുപോലെ ഈ വിദ്യ ചെന്നെത്തിയിട്ട് ഒരാളിൽ പ്രകാശിച്ചാൽ പോലും സക്സസ്ഫുൾ ആയി എന്നർത്ഥം. ഈ സത്സംഗം സഫലമായി എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു ദിവസത്തെ പ്രഭാഷണം അത് ഭംഗിയായി നമുക്ക് കേൾക്കാൻ പറ്റി, ഒരാൾക്കത് ജീവിതത്തിൽ പ്രയോജനപ്പെട്ടാൽ പോലും നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാം, എത്ര വലിയ സമാരംഭം വേണമെങ്കിൽ ചെയ്യാം, എത്ര വേണമെങ്കിൽ ഉദ്യമിക്കാം, ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ ഫലം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ എത്ര ആളുകൾ വന്നു, എങ്ങനെ നടന്നു, അതൊന്നും കാര്യമില്ല. നമ്മൾ ഈ ആളെ കൂട്ടി ബഹളം കൂട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. രമണ മഹർഷിയുടെ മുമ്പിലൊക്കെ അവസാന കാലത്താണ് ഒരു 100 പേരെങ്കിലുമൊക്കെ വരിക, അല്ലെങ്കിൽ ഒരു 30 പേര് 40 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഉത്തമ സത്സംഗത്തിന് നമുക്ക് തിരക്കൊന്നും വലിയ കാര്യമില്ല. ഈ അറിവ് ഉള്ളിൽ ചെന്നെത്തണം, അനുഭവം ആയിത്തീരണം. ശരിക്കും ഒരു ഗുരു ശിഷ്യ ഇത്രയും വേണം. ഇത്രയും സിമ്പിളാണ് ഈ വിദ്യ. ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യാസന്ധി പ്രവചനകും സന്ധാനം ഇത്യധിവിദ്യം. ആചാര്യൻ പൂർവരൂപമാണ്, അന്തേവാസി ഉത്തരരൂപം. അവർക്ക് നടുവിലുള്ള സംബന്ധമാണ് വിദ്യ. അതിന് ആണ് നമുക്ക് സത്സംഗം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ വാക്കുകളെ നമ്മൾ ഭഗവാന്റെ ചരണത്തിൽ അർപ്പിക്കാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം
കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജ.